എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചെയ്തെടുക്കണ ഒരു കടായി പനീറാണ്. പൊതുവേ വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു കാര്യമല്ലേ പനീർ. അപ്പോൾ നമുക്ക് ഹോട്ടലിലൊക്കെ പോയിട്ടല്ലേ സാധാരണ കടായി പനീർ കഴിക്കാറ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടായി പനീറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. പനീർ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാം. പാലിൽ നിന്ന് എടുക്കണ പനീറും പാൽപ്പൊടിയിൽ നിന്ന് എടുക്കണ പനീറും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 മുറി നാരങ്ങയുടെ നീര് കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിന് ശേഷം ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. കൂടെ നമ്മൾ മാരിനേറ്റ് ചെയ്ത പനീർ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാ വശവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ശേഷം ഇതിൽ നിന്ന് മാറ്റാം. ഇനി അതേ കടായിലേക്ക് വീണ്ടും ഞാൻ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് 2 സവാള ക്യൂബ്സ് ആയിട്ട് മുറിച്ചത് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇനി ഇത് മാറ്റി വയ്ക്കാം. വീണ്ടും ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു വലിയ കാപ്സിക്കം ക്യൂബ്സ് ആയിട്ട് മുറിച്ചത് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതും മാറ്റി വയ്ക്കാം. അതിനുശേഷം വീണ്ടും കടായിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം 2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക് ഇട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്ന ശേഷം അതിലേക്ക് 2 സവാള മുറിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടണം. അതിനുശേഷം ഇതിലേക്ക് 4-5 വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അടുത്ത ഇതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം തക്കാളി സോഫ്റ്റ് ആവണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നന്നായിട്ട് ആറാനായിട്ട് വെക്കേണ്ട. ആറിയ ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ വെള്ളം പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് അരച്ച ശേഷം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ഫൈനായിട്ട് അരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം അരയ്ക്കണം. കണ്ടില്ലേ ഇതുപോലെ. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത്. ഇനി അതേ കടായിലേക്ക് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് 2 ബേ ലീഫ്, 2 തുണ്ട് കറുവാപ്പട്ട, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ ഒരു പേസ്റ്റും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അടച്ചു വെച്ചിട്ട് ഇതിൽ എണ്ണ തെളിഞ്ഞ് വരണ ഇടം വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുകയാണ്. അത് ഓപ്ഷണലാണ്. പിന്നെ 1 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള അതുപോലെ തന്നെ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഫൈനലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പനീറും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ മസാലകളൊക്കെ ഇതിലെല്ലാം നന്നായിട്ട് പിടിച്ച് നല്ലൊരു കുഴമ്പ് രൂപത്തിലുണ്ടാവും. അതിനുശേഷം ഫൈനലായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ നമ്മുടെ സാധാരണ കറികളിൽ നിന്നും കുറച്ച് പ്രോസസ്സ് കൂടുതലാണെങ്കിൽ പോലും നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റണത് വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യമല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് ബട്ടർ നാനിൻ്റെ ഒപ്പമാണ് കടായി പനീർ സെർവ് ചെയ്യാൻ പോണത്. ചപ്പാത്തി, പൊറോട്ട, അതുപോലെ തന്നെ റൊട്ടി, ബ്രെഡ്, വെറൈറ്റി റൈസിനൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.